സിനിമാ മേഖലയിലെ ചൂഷണവും അധികാര കേന്ദ്രീകരണവും ഒഴിവാക്കാൻ നിയമനിർമ്മാണത്തിന് ശുപാർശ. കാസ്റ്റിംഗ് കൗച്ച് ഇല്ലാതാക്കണം, ചൂഷണം അവസാനിപ്പിക്കണം, പരാതികൾ പറയുന്നവർക്ക് സംരക്ഷണം ഒരുക്കണം തുടങ്ങിയ ശുപാർശകളും നയത്തിലുണ്ട്. നയം നടപ്പാക്കുന്നത് ഉറപ്പാക്കാൻ കേരള ഫിലിം ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേറ്ററി അതോറിറ്റി സ്ഥാപിക്കാനും നിർദ്ദേശമുണ്ട്. സിനിമാ മേഖലയുടെ മുന്നേറ്റത്തിനും സാമ്പത്തിക സുസ്ഥിരതയ്ക്കും നിയമസാധുതയ്ക്കും ലിംഗാസമത്വം പരിഹരിക്കണം. എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന പ്രവണത പ്രോത്സാഹിപ്പിക്കണം. ഇതിനുവേണ്ടിയാണ് സിനിമാ നയമെന്ന് കരട് പറയുന്നു. കാസ്റ്റിംഗ് കൗച്ച് ഇല്ലാതാക്കണം, പുതുമുഖങ്ങളെ ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കണം, കുറ്റക്കാരെ പുറത്താക്കി ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം, പ്രൊഫഷണൽ കാസ്റ്റിംഗ് ഡയറക്ടർമാർ എല്ലാ സെറ്റുകളിലും വേണം, ഓഡിഷനിലും സിനിമയുടെ ഭാഗമല്ലാത്ത 2 വ്യക്തികളുടെ സാന്നിധ്യം ഉറപ്പാക്കണം, പരാതികൾ തുറന്നു പറയുന്നവരെ സംരക്ഷിക്കുകയാണ് വേണ്ടത്, അവരെ ഒറ്റപ്പെടാൻ അനുവദിക്കരുത്, ഇരകൾക്ക് നേരെയുള്ള ഓൺലൈൻ ആക്രമണങ്ങൾ തടയാൻ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കണം, ദിവസവേതനക്കാരെ ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കാൻ സിനിമയിൽ വിവേചനവും ലൈംഗിക അതിക്രമവും അധികാര കേന്ദ്രീകരണവും തടയണം, അധികാര രൂപങ്ങളുടെ അമിത ഇടപെടലുകൾ ഒഴിവാക്കണം, എല്ലാ സംഘടനകൾക്കുമായി ഏകീകൃത പെരുമാറ്റച്ചട്ടമാണ് വേണ്ടത്, സിനിമാ സെറ്റുകളിൽ സുരക്ഷ, തുല്യത എന്നിവ ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥരെ നിയമിക്കണം, ലിംഗാടിസ്ഥാനത്തിൽ ശുചിമുറികളും വിശ്രമമുറികളും ഉറപ്പാക്കണം, സെറ്റുകളിൽ ലഹരി ഉപയോഗം തടയണം, പോഷ് നിയമവും ഐസിയും കാര്യക്ഷമമാക്കണം, ഓൺലൈൻ കംപ്ലയിന്റ് പോർട്ടൽ ആരംഭിക്കുകയും ഇതിൽ സ്വകാര്യത ഉറപ്പാക്കുകയും വേണമെന്നും നയം പറയുന്നു. സിനിമാ മേഖലയിലെ വിവിധ സംഘടനകളുമായി നയരൂപീകരണ സമിതി നടത്തിയ ചർച്ചകളിൽ നിന്നാണ് സിനിമാ നയത്തിന്റെ കരടിന് രൂപം നൽകിയത്. വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. താരസംഘടനയായ അമ്മയുടെ പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കുക്കു പരമേശ്വരനെതിരെ കൂടുതൽ വനിതാ താരങ്ങൾ രംഗത്ത്. കുക്കുവിന്റെ കയ്യിലുള്ള മെമ്മറി കാർഡിലെ വിവരങ്ങൾ നടന്മാർക്ക് ചോർത്തി നൽകിയെന്നാണ് ആരോപണം. സൂപ്പർ താരങ്ങൾക്കെതിരെയുള്ള നിർണായക തെളിവുകൾ അടക്കം മെമ്മറി കാർഡിൽ ഉണ്ടോ എന്ന സംശയവുമുണ്ട്. കുക്കു പരമേശ്വരനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് നടി പൊന്നമ്മ ബാബു ഉന്നയിച്ചത്. ഹേമ കമ്മിറ്റി വരുന്നതിന് മുൻപ് അമ്മയിലെ വനിതാംഗങ്ങൾ ഒരുമിച്ചുകൂടി സിനിമാ മേഖലയിൽ നേരിട്ട ദുരനുഭവങ്ങൾ പങ്കുവച്ചിരുന്നു. യോഗം വീഡിയോയിൽ പകർത്തിയതിന്റെ മെമ്മറി കാർഡ് കുക്കു പരമേശ്വരനാണ് കൈവശം വെച്ചത്. മെമ്മറി കാർഡിനെ കുറിച്ച് ഇപ്പോൾ ചോദിക്കുമ്പോൾ കൈവശമില്ല എന്നാണ് കുക്കു പറയുന്നതെന്നും അത് ദുരുപയോഗം ചെയ്യുമോ എന്ന ആശങ്കയുണ്ടെന്നും പൊന്നമ്മ ബാബു പറഞ്ഞു. പക്ഷെ പലപ്പോഴും നമ്മൾ കുക്കുവിനോട് ചോദിക്കുമ്പോൾ കുക്കു പറയുന്നത് സേഫായിട്ട് കയ്യിലുണ്ട്, അല്ലെങ്കിൽ നമ്മളതിൻ്റെ ഒരു പേരോട് പറഞ്ഞ് ഇടവേളബാബുവിനെ ഏൽപ്പിച്ചു എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞ്. പക്ഷെ അതിനുശേഷം പിന്നീട് ഇതിനെപ്പറ്റി ഒരു പറച്ചിലുണ്ടായില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന ഹാർഡ് ഡിസ്ക് ഇത് ആരുടെ കയ്യിലാണ്, ഇത് എവിടെ? അമ്മയുടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കുക്കു പരമേശ്വരന് യോഗ്യതയില്ലെന്നാണ് ഒരു വിഭാഗം വനിതാംഗങ്ങളുടെ നിലപാട്. കുക്കു പലരെയും മെമ്മറി കാർഡിന്റെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും സ്ഥാനാർത്ഥിയാകാൻ വന്നയാളെയും ബ്ലാക്ക്മെയിൽ ചെയ്തെന്നും നടി ഉഷ ഹസീന ന്യൂസ് 18നോട് പറഞ്ഞു. ഒരാള് ഇതിനകത്ത് സ്ഥാനാർത്ഥിയാകാൻ നിന്നപ്പോഴത്തേക്ക് അയാളെ വിളിച്ചിട്ട് കുക്കു പരമേശ്വരൻ പറഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത്. നിങ്ങൾ സ്ഥാനാർത്ഥി ആവരുത്, കേട്ടോ, മറ്റേ സംഭവം പൊക്കിക്കൊണ്ടുവരും എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത്. വിഷയത്തിൽ കൂടുതൽ സിനിമാ പ്രവർത്തകർ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് 18 കൊച്ചി. സംസ്ഥാനത്ത് സിനിമാ നയം രൂപീകരിക്കുന്നതിനുള്ള ഫിലിം കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മലയാളം സിനിമയുടെ സർവ്വതല സ്പർശിയായ വളർച്ചയ്ക്കും വികസനത്തിനുമായാണ് ചലച്ചിത്ര നയം രൂപീകരിക്കുന്നതെന്ന് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തെ മികച്ച സിനിമാ സൗഹൃദ സംസ്ഥാനമാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. മോഹൻലാൽ, സുഹാസിനി മണിരത്നം തുടങ്ങിയവർ ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യാതിഥികളായിരുന്നു. കേരള സ്റ്റോറിക്ക് അവാർഡ് നൽകിയതിനെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മതനിരപേക്ഷ പാരമ്പര്യത്തെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കമാണെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. വർഗീയ വിദ്വേഷം പടർത്താനുള്ള ഉപാധിയാക്കിയ സാംസ്കാരിക ദുഷിപ്പിനുള്ള അംഗീകാരമാണിത്. ചലച്ചിത്ര മേഖല ഇതിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഇന്നലെയാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. കേരള സമൂഹത്തെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു ചലച്ചിത്രവും പുരസ്കാരങ്ങൾക്ക് അർഹമായവയിലുണ്ട്. ഏതെങ്കിലും തരത്തിൽ കലക്കുള്ള അംഗീകാരമായി അതിനെ കണക്കാക്കാനാവില്ല. മറിച്ച് വർഗീയ വിദ്വേഷം പടർത്തുന്നതിനുള്ള ഉപാധിയായി ചലച്ചിത്രങ്ങളെ ദുരുപയോഗിക്കുന്ന സാംസ്കാരിക ദുഷിപ്പിനുള്ള അംഗീകാരമായി മാത്രമേ അതിനെ കാണാൻ കഴിയൂ. കേരളത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ അപമാനിക്കുന്നതും കേരളത്തെ ലോകസമക്ഷം അപകീർത്തിപ്പെടുത്തി അവതരിപ്പിക്കുന്നതുമായ ഒരു ചലച്ചിത്രമാണ് അംഗീകരിക്കപ്പെട്ടത്. ഇത് തീർത്തും ദൗർഭാഗ്യകരമാണ്.
ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന് ദ കേരള സ്റ്റോറി തെരഞ്ഞെടുത്തതിനെതിരെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. സിനിമ കേരളത്തെ അപമാനിക്കുന്നതാണ്, സംഘപരിവാർ അജണ്ട നടപ്പാക്കുകയാണ്, മതസൗഹാർദ്ദം തകർക്കുന്നതിനുള്ള കൂലിയാണ് അവാർഡെന്നും മന്ത്രി പറഞ്ഞു. അന്തരിച്ച സിനിമാ താരവും മിമിക്രി കലാകാരനുമായ കലാഭവൻ നവാസിന് വിട നൽകി സിനിമാ ലോകം. ആലുവ ടൗൺ ജുമാ മസ്ജിദിൽ മൃതദേഹം ഖബറടക്കി. നവാസിന് ആദരാഞ്ജലി അർപ്പിക്കാൻ സിനിമാ സാംസ്കാരിക ലോകത്തെ നിരവധി പേർ എത്തി.